2023 ഏകദിന വേൾഡ് കപ്പ് ഫൈനലിലേറ്റ പരാജയത്തിന് T20 വേൾഡ് കപ്പിന്റെ സൂപ്പർ 8 കണക്ക് തീർത്തിരിക്കുകയാണ് ടീം ഇന്ത്യ. ക്വാർട്ടർ ഫൈനലിന് തുല്യമായ ഗ്രൂപ്പ് 1 അവസാന റൗണ്ട് പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ 24 റൺസിനാണ് രോഹിത് ശർമ്മയും സംഘവും കെട്ടുകെട്ടിച്ചത്. ജയത്തോടെ ഗ്രൂപ്പ് ജേതാക്കളായി ഇന്ത്യ സെമി ഫൈനലിലേക്ക് കുതിച്ചപ്പോൾ ഓസ്ട്രേലിയ പുറത്താവുകയും ചെയ്തു. ഈ കളിയിൽ ഒരു ഘട്ടം വരെ ഇന്ത്യക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഓസീസിനായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ രോഹിത്തിന്റെ കിടിലൻ തന്ത്രങ്ങൾ അവരെ പൂട്ടുകയായിരുന്നു. വിജയ പ്രതീക്ഷയുമായി മുന്നേറിയ ഓസീസിന് വെറും 4 ഓവർ കൊണ്ടാണ് രോഹിത് കടിഞ്ഞാണിട്ടത്. മത്സരത്തിൽ ടേണിംഗ് പോയിന്റായി മാറിയ ആ കാര്യങ്ങൾ പരിശോധിക്കാം. 206 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഓസ്ട്രേലിയക്ക് അസാധ്യമാവുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. ഡേവിഡ് വാർണറെ ആദ്യ ഓവറിൽ തന്നെ മടക്കി ഓസീസിനെ ഇന്ത്യ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ICC ടൂർണമെന്റുകളിലെ നിർണായക മത്സരങ്ങളിൽ ഇന്ത്യക്ക് എല്ലായ്പ്പോഴും ഭീഷണി ഉയർത്തിയിട്ടുള്ള ഓപ്പണർ ഹെഡ് വീണ്ടും കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിമിലൂടെ ഇന്ത്യയെ ശരിക്കും വിറപ്പിച്ചു. 2ാം വിക്കറ്റിൽ നായകൻ മാർഷിനൊപ്പം അദ്ദേഹം 81 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ ഇന്ത്യ പതറിയിരുന്നു. പവർ പ്ലേയിൽ 65 റൺസാണ് അവർ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ആദ്യ 10 ഓവറിൽ 99 റൺസും ഓസീസിന്റെ സ്കോർ ബോർഡിലുണ്ടായിരുന്നു. നേരത്തെ ആദ്യ 10 ഓവറിൽ ഇന്ത്യ 2-ന് 114 റൺസ് എന്ന നിലയിലായിരുന്നു. ഓസീസ് ആവട്ടെ 2 വിക്കറ്റിന് 99 റൺസുമാണ് നേടിയത്. വ്യത്യാസം വെറും 15 റൺസ് മാത്രം. ഈ ഘട്ടത്തിൽ ഓസ്ട്രേലിയ വിജയ പ്രതീക്ഷയിലുമായിരുന്നു. എന്നാൽ 11ാം ഓവർ എറിഞ്ഞത് രവീന്ദ്ര ജഡേജയാണ്. 17 റൺസ് ആ ഓവറിൽ അദ്ദേഹം വാരിക്കോരി നൽകുകയും ചെയ്തു. പക്ഷേ അടുത്ത ഓവറിൽ കുൽദീപ് യാദവിനെ തിരിച്ചു വിളിച്ച് രോഹിത് തന്ത്രം മാറ്റി. ഈ ഓവറിൽ 9 റൺസ് മാത്രമേ ഓസീസിന് ലഭിച്ചുള്ളൂ. അടുത്ത ഓവറിലായിരുന്നു രോഹിത് ശരിക്കും പണി കൊടുത്തത്. നേരത്തെ പവർ പ്ലേയിൽ ഒരു ഓവറിൽ 12 റൺസ് വിട്ടുകൊടുത്ത അക്ഷർ പട്ടേലിനെ അദ്ദേഹം തിരികെ കൊണ്ടുവന്നു. ഈ ഓവറിൽ അക്ഷർ വിട്ടുകൊടുത്തത് വെറും 3 റൺസ്. സ്പിന്നിനെതിരെ ഓസീസ് പതറുന്നത് മനസ്സിലായതോടെ 2 എൻഡിലും രോഹിത് സ്പിന്നർമാരെ നിയോഗിച്ചു. 14ാം ഓവറിൽ വിക്കറ്റും ലഭിച്ചു. കുൽദീപിനെതിരെ കയറി അടിക്കാൻ ശ്രമിച്ച മാക്സ്വെൽ 12 ബോളിൽ 20 റൺസുമായി ബോൾഡ് ആവുകയും ചെയ്തു. ഈ ഓവറിൽ 7 റൺസ് മാത്രമേ വന്നുള്ളൂ. 15ാം ഓവറിലെ ആദ്യ ബോളിൽ മറ്റൊരു അപകടകാരിയായ മാർക്കസ് സ്റ്റോയിൻസും പുറത്തായി. തുടർച്ചയായി ഓവറുകളിൽ റണ്ണൊന്നും ലഭിക്കാതിരുന്നതോടെ സമ്മർദ്ദത്തിലായ സ്റ്റോയിൻസ് അക്ഷറിനെതിരെ റിവേഴ്സ് സ്വീപ്പിന് തുനിയുകയായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ബാക്ക്വേർഡ് പോയിന്റിൽ ഇത് പിടികൂടുകയും ചെയ്തു. ഈ ഓവറിൽ 6 റൺസ് മാത്രമാണ് ഓസീസിന് നേടാനായത്. 12 മുതൽ 15 വരെയുള്ള ഈ 4 ഓവറുകളാണ് കളി മാറ്റിയതെന്ന് പറയാം. വെറും 25 റൺസ് മാത്രമേ ഓസീസിന് ലഭിച്ചുള്ളൂ. 2 വമ്പൻ വിക്കറ്റുകൾ ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു. എങ്കിലും ക്രീസിന്റെ ഒരു വശത്ത് ഇന്ത്യക്ക് വെല്ലുവിളിയുമായി ഹെഡ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 2ാം സ്പെല്ലിനായി 17ാം ഓവറിൽ ബുംറയെ രോഹിത് തിരികെ വിളിച്ചു. ബുംറ തന്റെ 3ാം ബോളിൽ ഹെഡിനെ പകരം വീട്ടി പറഞ്ഞയക്കുകയും ചെയ്തു. ഇതോടെ മത്സരം ശരിക്കും ഇന്ത്യക്ക് അനുകൂലമായി. അങ്ങനെ തകർപ്പൻ പോരാട്ടത്തിൽ 24 റൺസിന്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കുകയും സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടുകയും ചെയ്തു. അതേസമയം ഓസ്ട്രേലിയ പരാജയപ്പെട്ട് സെമി ഫൈനൽ കാണാതെ പുറത്താവുകയും ചെയ്തിരിക്കുകയാണ്. ഇനി സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടം. ആ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം.